ഉയർപ്പ് കാലം 7-ാം തിങ്കൾ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഫരിസേയനും ചുങ്കക്കാരനും. സ്വന്തം ഔന്നത്യം ഉയർത്തിക്കാട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നവർക്കെതിരെയുള്ള ഉപമയാണ് ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമ. എപ്പോഴും കരുണയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ലൂക്കാ സുവിശേഷകൻ എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു ചുങ്കക്കാരന്റെ മാറത്തടിച്ചുകൊണ്ടുള്ള "ദൈവമേ, പാപിയായ എൻ്റെ മേൽ കരുണ തോന്നണമേ" എന്ന പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം അവനെ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായി ഏറ്റുപറയുന്നു. ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ നാം ആരാണ്? ഒരു പുൽക്കൊടിയുടെ ആയുസ് പോലും ഇല്ലാത്ത മനുഷ്യന്റെ അഹന്ത എത്ര അല്പത്തമാണ്! ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിക്കുന്നു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. എന്തെല്ലാം ഗർവുകളാണ് മനുഷ്യൻ വച്ചു പുലർത്തുന്നത്! അധികാരത്തിന്റെ ഗർവ്, സമ്പത്തിന്റെ ഗർവ്, അറിവിന്റെ ഗർവ്, സൗന്ദര്യത്തിന്റെ ഗർവ്, അംഗീകാരത്തിന്റെ ഗർവ്, പുണ്യപ്രവൃത്തികളുടെ ഗർവ്, ദാനധർമ്മിയുടെ ഗർവ്, നിയമാനുഷ്ഠകനെന്ന ഗർവ്, അങ്ങനെ പലതും. പക്ഷേ ദൈവസന്നിധിയിൽ ഇതിന് എന്ത് വില? സ്വയം ഉയർത്തുന്നവൻ ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടും എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടായിരിക്കട്ടെ.